അങ്ങനെ ഒഫീഷ്യലി ഗലാക്ടസ് MCUവിൽ അപ്പിയറൻസ് ചെയ്തിരിക്കുകയാണ്. ഗലാക്ടസിനെ പോലെ ഒട്ടനേകം കോസ്മിക് ബീങ്സിനെ നമുക്ക് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലൂടെ കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ഫാന്റാസ്റ്റിക് ഫോറിന്റെ യൂണിവേഴ്സ് ആയിട്ടുള്ള എർത്ത് 838 നമ്മൾ ഗലാക്ടസിനെ പ്രധാനമായിട്ടും കണ്ടിരിക്കുന്നത് എങ്കിൽ തന്നെയും വരും മൂവീസിലൂടെ മെയിൻ യൂണിവേഴ്സ് ആയിട്ടുള്ള എർത്ത് 616ലേക്കും ഈ ഒരു ക്യാരക്ടറിന്റെ എൻട്രി നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഈ ഒരു ക്യാരക്ടർ അല്പം വീക്കർ സ്റ്റേജിലാണെങ്കിലും എത്രത്തോളം ഓവർ പവർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ഗലാക്ടസ് എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ MCUവിൽ ഇതുവരെ അപ്പിയറൻസ് ചെയ്തിട്ടുള്ള വളരെയധികം പവർഫുൾ ആയിട്ടുള്ള മറ്റ് കോസ്മിക് എന്റിറ്റീസുമായി ഗലാക്ടസിന്റെ ഒരു പവർ ലെവൽ കമ്പാരിസനും അവരിൽ ആർക്കൊക്കെ ഗലാക്ടസിനെ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ഗലാക്ടസിന്റെ ഒറിജിനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വീഡിയോ നമ്മൾ നേരത്തെ തന്നെ ചെയ്തിരുന്നതാണ്. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ കിടക്കാം. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക് മോജോ. നമ്മുടെ ഈ ഒരു പട്ടികയിൽ നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് ഡാർക്ക് ഡയമെൻഷന്റെ റൂളർ ആയിട്ടുള്ള ഡോർമാമു വേഴ്സസ് ഗലാക്ടസ്. ആക്ച്വലി കോമിക്സിലെ റെഫറൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഗലാക്ടസും ഡോർമാമും തമ്മിൽ പലതവണ ഫൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും ഇതിൽ മിക്ക ഫൈറ്റിലും അന്തിമ വിജയം ഉണ്ടായിരിക്കുന്നത് ഗലാക്ടസിന് തന്നെയാണ്. പ്രധാനമായിട്ടും തന്നെ ഡാർക്ക് ഡയമെൻഷനിൽ ഒരു അൾട്ടിമേറ്റ് ഇമ്മോർട്ടൽ ആയിട്ടുള്ള ഡോർമാമു ഇൻഫിനിറ്റി സ്റ്റോൺസിന് പോലും നശിപ്പിക്കുവാൻ സാധിക്കാത്ത അത്രയും പവർഫുൾ ആണ്. എങ്കിലും പലപ്പോഴും ഈ ഒരു ക്യാരക്ടറിനെ ഗലാക്ടസ് ഡിഫീറ്റ് ചെയ്തിട്ടുള്ളത് ഡോർമാമുവിന്റെ എനർജി സോഴ്സ് ആയിട്ടുള്ള ഡാർക്ക് എനർജിയെ സ്വയം അബ്സോർബ് ചെയ്തുകൊണ്ടാണ്. അങ്ങനെ പവർ ഡ്രെയിൻ ആയതുകൊണ്ട് തന്നെയാണ് ഗലാക്ടസ് ഡോർമാമുവിനെ ഈസിയായി ഓവർ പവർ ചെയ്യുന്നതായി പലപ്പോഴും കോമിക്സിൽ കാണിച്ചിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫൈറ്റിൽ ക്ലിയർ വിന്നർ ഗലാക്ടസ് തന്നെ. അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് ഗലാക്ടസ് വേഴ്സസ് ഡെത്ത്. ഗോഡസ് ഓഫ് ഡെത്ത് ആയിട്ടുള്ള ഹെലയല്ല, മറിച്ച് റിയൽ ഡെത്ത്. ആക്ച്വലി ഈ ഒരു ക്യാരക്ടറിനെ അഗാത്ത സീരീസിലൂടെ ഓൾറെഡി MCUവിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണെങ്കിൽ തന്നെയും ഈ ഒരു സീരീസ് അധികം ആരും കാണാത്തോണ്ട് തന്നെ ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നത് പോലും അറിവുണ്ടാവുകയില്ല. എന്തായാലും ഡെത്ത് എന്ന ഈ ഒരു ക്യാരക്ടറും വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു കോസ്മിക് എന്റിറ്റി തന്നെ. മരണപ്പെട്ടു പോകുന്ന എൻഡർ സോൾസിന്റെയും അധികാരമുള്ളത് ഡെത്തിനാണ്. ആക്ച്വലി കോമിക്സിൽ ഡെത്തും ഗലാക്ടസും തമ്മിൽ ഡയറക്ട്ലി ഒരു ഫൈറ്റ് നടന്നിട്ടില്ല എങ്കിൽ തന്നെയും പലപ്പോഴായി ഇവർ തമ്മിൽ നടന്നിട്ടുള്ള കോൺവെർസേഷൻസിലൂടെ ഡെത്തിന്റെ എക്സിസ്റ്റൻസിൽ തന്നെ ഒരു പ്രധാന ഘടകം വഹിക്കുന്നത് ഗലാക്ടസ് ആണെന്നാണ് പറയുന്നത്. ഗലാക്ടസ് ഒരു പ്യൂർ സോഴ്സ് ഓഫ് എനർജി ആയതുകൊണ്ട് തന്നെ ആർക്കും തന്നെ ഡയറക്ട്ലി ഗലാക്ടസിനെ കൊല്ലുവാൻ സാധിക്കുകയില്ല. കൊല്ലുകയാണെങ്കിലും എനർജി അബ്സോർബ് ചെയ്ത് ഈ ഒരു ക്യാരക്ടറിന് റീഇൻകാർണേഷൻ നടത്തുവാൻ സാധിക്കുമെന്ന രീതിയിലാണ് കോമിക്സിൽ ഡെത്ത് തന്നെ പറയുന്നത്. മാത്രമല്ല ഗലാക്ടസിന് ഒരു പ്യൂർ സോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡെത്തിന് ഒരിക്കലും ഗലാക്ടസിനെ ക്ലെയിം ചെയ്യുവാനും സാധിക്കുകയില്ല. യൂണിവേഴ്സിന്റെ ക്രിയേഷൻ ടൈമിൽ തന്നെ ഇവർ രണ്ടുപേരും എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഫൈറ്റ് ഡ്രോ ആകുവാനാണ് കൂടുതൽ സാധ്യത. അടുത്തത് സെലസ്റ്റിയൽ വേഴ്സസ് ഗലാക്ടസ്. യൂണിവേഴ്സുകൾ ക്രിയേറ്റ് ചെയ്യുവാനും ഡിസ്ട്രോയ് ചെയ്യുവാനും വളരെയധികം പവർഫുൾ ആയിട്ടുള്ള സെലസ്റ്റിയൽസിനെ നമ്മൾ എറ്റേണൽസ് മൂവിയിലൂടെ കണ്ടിരുന്നതാണ്. കോമിക്സിൽ തന്നെ സെലസ്റ്റിയൽസും ഗലാക്ടസും തമ്മിൽ പലതവണ ഫൈറ്റ് നടത്തിയിട്ടുമുണ്ട്. ഗലാക്ടസിനെ പോലെ തന്നെ സൈസ് ഓൾട്ടറേഷൻ, കോസ്മിക് എനർജി മാനിപ്പുലേഷൻ, ടെലിപ്പോർട്ടേഷൻ, ടെലികൈനസിസ് തുടങ്ങിയിട്ടുള്ള ഒട്ടനേകം പവേഴ്സ് തന്നെയാണ് നമ്മൾ സെലസ്റ്റിയൽസിലും കൃത്യമായിട്ട് കാണുവാൻ സാധിക്കുക. ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജിയും സെലസ്റ്റിയൽസിനുള്ളിൽ ഉണ്ട് എന്നത് മറ്റൊരു പോസിറ്റീവ് തന്നെയാണ്. ഈ എനർജി എല്ലാം അബ്സോർബ് ചെയ്തെടുത്താൽ പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനർജി മാനിപ്പുലേഷൻ വഴി അവയെ തിരിച്ച് കൺവേർട്ട് ചെയ്യുവാനും സെലസ്റ്റിയൽസിന് സാധിക്കും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും സെലസ്റ്റിയൽസിനെ ഗലാക്ടസ് കോമിക്സിൽ ഡിഫീറ്റ് ചെയ്യുന്നുമുണ്ട്. എന്നാൽ ഇതിന് റിവെഞ്ച് എന്നോണം ഒന്നിലധികം സെലസ്റ്റിയൽസ് ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഗലാക്ടസിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഗലാക്ടസ് ആണ് ഇവിടെ തോൽവി അടയുന്നത്. എന്തായാലും ഇവർ തമ്മിലുള്ള ഫൈറ്റ് നോക്കുകയാണെങ്കിൽ 1-on-1 ഫൈറ്റിൽ ഗലാക്ടസിന് തന്നെയാണ് അപ്പർ ഹാൻഡ് എങ്കിൽ തന്നെയും ഒരു ഗ്രൂപ്പ് ഓഫ് സെലസ്റ്റിയൽസിനെ തോൽപ്പിക്കുവാൻ ഒരിക്കലും ഗലാക്ടസിന് സാധിക്കുകയില്ല. അടുത്തത് എറ്റേണിറ്റി വേഴ്സസ് ഗലാക്ടസ്. എറ്റേണിറ്റി എന്നത് യൂണിവേഴ്സിന്റെ തന്നെ ഒരു ഫിസിക്കൽ എംബോഡിമെന്റ് ആണ്. തോർ ലവ് ആൻഡ് തണ്ടറിലൂടെ യൂണിവേഴ്സിന്റെ തന്നെ സെന്ററിൽ എക്സിസ്റ്റ് ചെയ്യുന്ന എറ്റേണിറ്റിയെ നമ്മൾ കൃത്യമായിട്ട് കണ്ടിരുന്നതുമാണ്. എറ്റേണിറ്റിയെ തേടി ഗോർ ദ ഗോഡ് ബുച്ചർ വരുന്നത് തന്നെ യൂണിവേഴ്സിലുള്ള എൻഡർ ഗോഡ്സിനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഈ ഗോഡ്സിനുള്ളിൽ സെലസ്റ്റിയൽസും ഇൻക്ലൂഡഡ് ആണ് എന്നതുകൊണ്ട് തന്നെ അത്രയധികം ഓവർ പവർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് എറ്റേണിറ്റി. ചുരുക്കത്തിൽ എറ്റേണിറ്റി എന്നത് ഈ യൂണിവേഴ്സ് ആണ് എന്നതുകൊണ്ട് തന്നെ ഈ യൂണിവേഴ്സിന്റെ ഉള്ളിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്ന ഗലാക്ടസിന് ഒരിക്കലും എറ്റേണിറ്റിയെ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തത് ഗലാക്ടസ് വേഴ്സസ് മെഫിസ്റ്റോ. അയൺഹാർട്ട് സീരീസിലൂടെ റീസെന്റ് ആയി MCUവിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ക്യാരക്ടർ ഹെല്ലിന്റെ സുപ്രീം റൂളറും കോസ്മിക് ലെവലിലുള്ള ഒരു ട്രിക്സ്റ്റർ കൂടിയാണ്. ഈവൻ ദോ പലപ്പോഴായിട്ട് ഗലാക്ടസിനെ വരെ ഈ ഒരു ക്യാരക്ടർ മാനിപ്പുലേറ്റ് ചെയ്യുന്നതായി കോമിക്സിൽ കാണിക്കുന്നുമുണ്ട്. എന്നിരുന്നാലും ഇവർ തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുകയാണെങ്കിൽ അതിൽ വിജയ സാധ്യത കൂടുതൽ ഗലാക്ടസിന് തന്നെ. അതായത് എവിടെ വെച്ചാണ് ഈ ഒരു ഫൈറ്റ് നടക്കുന്നത് എന്നത് മറ്റൊരു ചോദ്യം. അതായത് മെഫിസ്റ്റോയുടെ തന്നെ ഡയമെൻഷൻ ആയിട്ടുള്ള ഹെല്ലിൽ വെച്ചാണ് ഈ ഒരു ഫൈറ്റ് നടക്കുന്നതെങ്കിൽ
ഗലാക്ടസിന് പ്രത്യേകിച്ചൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. ഹെല്ലിന്റെ ഫുൾ കൺട്രോളും മെഫിസ്റ്റോയുടെ കയ്യിലാണ് എന്നതുകൊണ്ട് തന്നെ ഗലാക്ടസിനെ ഇവിടെ ഈസി ആയിട്ട് തന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് തന്റെ കയ്യിൽ കൊണ്ടുവരാനായിട്ട് മെഫിസ്റ്റോയ്ക്ക് സാധിക്കും. എന്നാൽ ഹെല്ലിന് പുറത്തേക്ക് മെഫിസ്റ്റോ വന്നു കഴിഞ്ഞാൽ അവിടെ പരിപാടി കഴിഞ്ഞ്. ഹെല്ലിൽ നിന്ന് എത്രത്തോളം അകന്നു പോകുന്നു അത്രയധികം വീക്കായി മാറുന്ന ഒരു ക്യാരക്ടറാണ് മെഫിസ്റ്റോ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഗലാക്ടസിന് തന്നെയാണ് മുൻതൂക്കം. അടുത്തത് ഗലാക്ടസ് വേഴ്സസ് വാച്ചർ. യൂണിവേഴ്സിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഒരിക്കലും ഇന്ററാക്ട് ചെയ്യാതെ മൾട്ടിവേഴ്സിന് പുറത്തു നിന്നുകൊണ്ട് യൂണിവേഴ്സിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് വാച്ചേഴ്സ്. വാച്ചേഴ്സിന്റെ പവർ ലെവൽ എത്ര അധികം കൂടുതലാണെന്ന് വാട്ടിഫിന്റെ 3 സീസൺസിലൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരുന്നത് തന്നെ. ഇൻഫിനിറ്റി അൾട്രോനോടും വാച്ചേഴ്സിന് തന്നെ മറ്റ് റേസിലുള്ള ക്യാരക്ടേഴ്സിനോടും ഈ ഒരു ക്യാരക്ടർ ഫൈറ്റ് ചെയ്തത് കൃത്യമായിട്ട് തന്നെ നമ്മൾ കാണുന്നതാണ്. ഗലാക്ടസും വാച്ചേഴ്സും തമ്മിൽ കോമിക്സിൽ ഡയറക്ട്ലി ഒരു ബാറ്റിൽ നടന്നിട്ടില്ല എങ്കിൽ തന്നെയും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇന്റർഫിയർ ഇല്ല എന്ന് താൻ എടുത്തിട്ടുള്ള പ്രതിജ്ഞ നിരസിച്ചുകൊണ്ട് ഒരു വേൾഡിനെ നശിപ്പിക്കുന്നതിൽ നിന്നും ഗലാക്ടസിനെ തടയുന്നതായിട്ടും കാണിക്കുന്നുമുണ്ട്. എങ്കിലും ഡയറക്ട്ലി ഒരു 1-on-1 ഫൈറ്റ് നടക്കുകയാണെങ്കിൽ വിജയം ആർക്കെന്ന് പറയുവാൻ സാധിക്കുകയില്ല എന്നത് മറ്റൊരു സത്യം. അടുത്തത് ഗലാക്ടസ് വേഴ്സസ് ലീവിംഗ് ട്രൈബ്യൂണൽ. മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൽ യൂണിവേഴ്സുകളിൽ നിന്നും യൂണിവേഴ്സുകളിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന സ്ട്രേഞ്ചിനെ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ ലീവിംഗ് ട്രൈബ്യൂണലിനെ കോൺഫ്ലിക്ട് ചെയ്യുന്ന രീതിയിൽ കാണിക്കുന്നതാണ് എങ്കിൽ തന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള പവർ ഡെഫിനിഷൻ ഇതുവരെ MCUവിൽ കാണിച്ചിട്ടില്ല. എങ്കിലും മൾട്ടിവേഴ്സിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും അൾട്ടിമേറ്റ് ജഡ്ജ് ആയിട്ടുള്ള ലീവിംഗ് ട്രൈബ്യൂണലിനെ ഡിഫീറ്റ് ചെയ്യാൻ ഒരിക്കലും ഗലാക്ടസിന് സാധിക്കുകയില്ല എന്നത് മറ്റൊരു സത്യം. കാരണം അത്രയധികം ഓവർപവർഡ് ആയിട്ടുള്ള ഒരു ബീയിങ് തന്നെയാണ് ലീവിംഗ് ട്രൈബ്യൂണൽ എന്ന് പറയപ്പെടുന്നത്. അവസാനമായി ഗലാക്ടസ് വേഴ്സസ് ഗോഡ് ഓഫ് മൾട്ടിവേഴ്സ് ലോക്കി. ടെക്നിക്കലി ലോക്കി ഒരു കോസ്മിക് എൻറ്റിറ്റി അല്ല എങ്കിൽ തന്നെയും ഈ ഒരു ക്യാരക്ടറിന്റെ ഇപ്പോഴുള്ള പവർ ലെവൽ കോസ്മിക് എൻറ്റിറ്റീസിനോട് ഈക്വൽ ആയിട്ടുള്ള ഒന്നാണ്. എൻ്റെ മൾട്ടിവേഴ്സിനെയും പൂർണ്ണമായും കൺട്രോൾ ചെയ്യുന്ന ലോക്കിക്ക് ഈസി ആയിട്ട് തന്നെ ഗലാക്ടസിനെ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എങ്കിലും ഗലാക്ടസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുവാൻ സാധിക്കുകയില്ല എന്നും മറ്റൊരു സത്യം. ഈവൻ ദോ ഗലാക്ടസിനെ വേണമെങ്കിൽ എക്സിസ്റ്റൻസിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുവാൻ ലോക്കിക്ക് സാധിക്കും. എങ്കിൽ തന്നെയും ഗലാക്ടസിനെ ഇല്ലാതാക്കുകയാണെങ്കിൽ ഗലാക്ടസിന് തിരിച്ചു വന്നേ മതിയാവുകയുള്ളൂ. കാരണം കോസ്മിക് എനർജിയെ ബാലൻസ് ചെയ്യേണ്ടത് ഗലാക്ടസിന്റെ കർത്തവ്യമാണ്. അല്ലെങ്കിൽ ഗലാക്ടസിന് ഒരു പകരക്കാരനെ കണ്ടെത്തി എൻ്റെ കോസ്മിക് എനർജിയെ ബാലൻസ് ചെയ്യേണ്ട ഡ്യൂട്ടി ആ ഒരു ക്യാരക്ടറിന് നൽകുകയാണ് വേണ്ടത്. സത്യത്തിൽ ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിനെ തേടി ഗലാക്ടസ് ആ ഒരു ഫാന്റാസ്റ്റിക് ഫോറിന്റെ എർത്തിലേക്ക് തന്നെ വരുന്നത് തന്റെ ഒരു റീപ്ലേസ്മെന്റിനെ തേടി തന്നെയാണ്. എന്തായാലും ചുരുക്കത്തിൽ ഈ ഒരു ഫൈറ്റിൽ വിജയ സാധ്യത കൂടുതൽ ലോക്കിക്ക് തന്നെയാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരാമർശിക്കാത്ത ഇൻഫിനിറ്റി, എട്രോപ്പി, ഇയോൺ തുടങ്ങിയിട്ടുള്ള പല ക്യാരക്ടേഴ്സിനെയും ചില മൂവീസിലൂടെ ടീസ് ചെയ്തു പോകുന്നതാണെങ്കിൽ തന്നെയും പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ അവരെ ആരെയും ഇതുവരെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാത്തത്. എന്തായാലും ഗലാക്ടസ് ഉൾപ്പെടെ എല്ലാ കോസ്മിക് എൻറ്റിറ്റീസിനും MCUവിന്റെ ഫ്യൂച്ചറിൽ വളരെ വലിയ സ്ഥാനം തന്നെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കോസ്മിക് എൻറ്റിറ്റീസിന്റെ കാര്യമാണ് എന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും പറയുവാൻ സാധിക്കുകയില്ല. എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഈ ക്യാരക്ടേഴ്സിനെ എല്ലാം പ്ലേസ് ചെയ്യാം. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് തന്നെ ചേർക്കാവുന്നതാണ്. കോമിക് മോജോയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് ജോയിൻ ആകാവുന്നതാണ്. നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായി വന്നു തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ കമന്റ് ബോക്സിൽ തൊട്ടടുത്തുള്ള ഹൈ ബട്ടൺ കൂടി ഞെക്കി അധികം പോയിന്റ്സ് നേടി തന്നാൽ കൂടുതൽ സന്തോഷം. താങ്ക് യു ഗൈസ്, ആൻഡ് ഐ ആം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.